പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ദിവസം വന്നു ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും വളരെ പ്രേമപൂർവമായ നമസ്കാരം. നമ്മൾ ഇന്നലെ ശ്രീരാമചന്ദ്രനെ യുവരാജാവാക്കുവാനായി ദശരഥൻ അതിൻ്റെ രീതി അനുസരിച്ച് തന്നെ തയ്യാറായി. എല്ലാവരെയും വിളിച്ചു വരുത്തി ശ്രീരാമചന്ദ്രൻ്റെ രാജ്യാഭിഷേകത്തെ സംബന്ധിച്ച് അനുവാദം വാങ്ങി ചർച്ച ചെയ്തു. അതിനുശേഷം വസിഷ്ഠന്റെ അനുമതിയോടുകൂടി സർവ വ്യവസ്ഥകളും ചെയ്ത് ശ്രീരാമഭദ്രനെ ഉപവാസാദി വ്രതങ്ങളിൽ സ്ഥാപിപ്പിച്ച് പുറത്ത് വഴിത്താരകളെല്ലാം വൃത്തിയാക്കി എല്ലാവരും ആഹ്ലാദത്തോടുകൂടി നാളെ നടക്കാൻ പോകുന്ന ശ്രീരാമചന്ദ്രന്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് സന്തോഷപൂർവം സ്വീകരിച്ചു. ഇതിൽ ദശരഥന്റെ മനോവിചാരങ്ങൾ നമ്മൾ കുറേശ്ശെയൊക്കെ പരിചയപ്പെട്ടു. 85 വയസ്സുള്ള ആ അച്ഛൻ, 85 വയസ്സ്, 60 വയസ്സിലാണ് രാമൻ ജനിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മുത്തച്ഛനാകേണ്ട പ്രായത്തിൽ അച്ഛനാകുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ചില വ്യവസ്ഥകളുണ്ടല്ലോ, ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അങ്ങനെ സംഭവിച്ചാൽ അമിതമായ വാത്സല്യം, അന്ധമായ വാത്സല്യം സംഭവിക്കും. അച്ഛനാകേണ്ട പ്രായത്തിൽ അച്ഛനായില്ലെങ്കിൽ മുത്തച്ഛനാകേണ്ട പ്രായത്തിൽ അച്ഛനായാൽ അതിൻ്റെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അത് ദശരഥന്റെ സ്വഭാവത്തിൽ പലയിടങ്ങളിലും കാണാം. നമ്മുടെ ഭാരതത്തിന്, കേരളത്തിന് ഒരു വിശേഷമുണ്ട്. സ്വന്തം മക്കളെക്കാളും അധികം പേരക്കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സ്വന്തം മകനെ ഒലക്കെടുത്തടിച്ചവർ പേരക്കുഞ്ഞിനെ വാഴനാരുകൊണ്ട് പോലും അടിക്കില്ല. വാഴനാര്, ഈർക്കിലിയല്ല, വാഴനാരാണ്. അങ്ങനെ പറയില്ലേ, വാഴനാര്. ഇനിയിപ്പോ അത് നാരിനിഞ്ഞ് വേറെന്തെങ്കിലും ഇവിടെ വാക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അക്കിത്തത്തിന്റെ ഒരു കവിതയുണ്ട്, കണ്ടവരുണ്ടോ, അതാണ് കവിത. ഒരു കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന കവിതയാണ്. അപ്പൊ അതിൽ മുത്തശ്ശിയുടെ കൊച്ചുമകനാണ് ചാത്തു. ചാത്തുവിനോട് മുത്തശ്ശി എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ കൈയും കാലും മുഖമൊക്കെ കഴുകി നാമം ജപിക്കൂ എന്നൊക്കെ പറയും. കുഞ്ഞുങ്ങളല്ലേ, അവർക്കിഷ്ടമുള്ള പല കാര്യങ്ങളിലുമൊക്കെ മുഴുകി ഇതൊക്കെ മറക്കും. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി ഒരു വടിയെടുത്ത് ഒരടിയെ കൊടുത്തു. ഇത് കിട്ടിയ ഉടനെ കുഞ്ഞ് കരഞ്ഞു. മുത്തശ്ശി അകത്ത് പോയി വിളക്കൊക്കെ കൊളുത്താൻ വേണ്ടി തയ്യാറായി വന്നപ്പോൾ വിളക്ക് കൊളുത്തിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ഇരുട്ട് മൂടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ആ സന്ധ്യ എത്തിയ സമയത്ത് മുത്തശ്ശി തൻ്റെ കൊച്ചുമകനെ തേടി യാത്ര ചെയ്യുന്നതാണ് കവിത. കവിതയുടെ പേര് കണ്ടവരുണ്ടോ. ആരെ കണ്ടവരുണ്ടോ? ചാത്തുവിനെ ആരെങ്കിലും കണ്ടോ? ഇതാണ് മുത്തശ്ശിയുടെ പ്രശ്നം. അപ്പൊ മുത്തശ്ശി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ചാത്തുവിന്റെ അടുത്തുള്ള ചില കുട്ടികളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ്, ചാത്തുവിനെ കണ്ടോ കുട്ടികളെ? ഒന്നാമത്തെ വരി. അപ്പൊ കുട്ടികൾക്ക് സംശയം, ചാത്തു എങ്ങനെ ഇരിക്കും, പരിചയമില്ല.
വിരുന്ന് പാർക്കാനൊക്കെ വന്ന കുഞ്ഞായിരിക്കും. അപ്പോൾ പറഞ്ഞു ചാത്തു എന്ന് പറഞ്ഞാൽ ഒരു കറുത്തവനാണ്. മുത്തശ്ശി കറുത്തു എന്ന് പറയാൻ ഒരു മടി. മുത്തശ്ശി പറഞ്ഞു അമ്പാടിക്കണ്ണന്റെ നിറമാണ്, വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ കറുത്തു എന്ന് പറയും വേണ്ട, കാര്യവും പറഞ്ഞു. അപ്പൊ എന്താ സംഭവം? അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ സന്ധ്യാ നേരത്ത് അവനെ വാഴനാര് കൊണ്ടൊന്നടിച്ചു. അല്ലേ, കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആ ചൂരല് കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ സമ്മതിക്കില്ല, ഞാൻ ഈർക്കിലി കൊണ്ടാ അടിച്ചതേ പറയുള്ളൂ. കാരണം നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. അപ്പൊ പറഞ്ഞ വാഴനാര് കൊണ്ട് അടിച്ചു. അപ്പൊ അമ്പാടിക്കണ്ണന്റെ നിറമാണ്, കറുത്തവനാണ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിലാണ് ഈ വാഴനാര് കൊണ്ട് മുത്തശ്ശി കുഞ്ഞുങ്ങളെ തല്ലി എന്ന് പറയുന്ന രംഗമുള്ളത്. പേരക്കിടാങ്ങളെ ഒരിക്കലും നമ്മൾ തല്ലില്ല. സ്വന്തം മക്കൾക്കൊരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത മുത്തച്ഛൻ പേരക്കുഞ്ഞ് അവിടെ ഇരുന്ന് പറയാണ് ഡയറി മിൽക്കിന്റെ സിൽക്ക് ആയി പൂണ പോക്ക് കാണണം മുത്തച്ഛൻ. അപ്പൊ മോൻ ചോദിക്കും, മകൻ ചോദിക്കും, അല്ല ഞങ്ങൾക്കൊരു മിഠായി പോലും വാങ്ങി തന്നിട്ടില്ലോ. അതൊക്കെ ശരിയായിരിക്കും, എന്നാൽ ഈ പേരക്കുഞ്ഞ് ചോദിക്കുമുണ്ടല്ലോ, അത് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ദശരഥൻ മുത്തച്ഛനാകേണ്ട പ്രായത്തിലാണ് അച്ഛനായത് എന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കും. മാത്രമല്ല, വാനപ്രസ്ഥ ധർമ്മം ചെയ്യേണ്ട സമയമായി. വാനപ്രസ്ഥ ധർമ്മം ചെയ്യേണ്ട സമയത്ത് മക്കളുണ്ടാവുക. എപ്പോഴും ഈ വാനപ്രസ്ഥം ഇപ്പൊ നമ്മുടെ നാട്ടില് ഗൃഹസ്ഥാശ്രമം മാത്രമേ ഉള്ളൂ, വാനപ്രസ്ഥമൊന്നുമില്ല. 90 വയസ്സായാലും ഗൃഹസ്ഥാശ്രമിയാണ്. അവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെ അങ്ങോട്ട് തീരും. ഈ ഗൃഹസ്ഥാശ്രമത്തിന്റെ പാശമിട്ടങ്ങ് കെട്ടും നമ്മളെ. ആരെയും വിട്ടു പിരിയാൻ പറ്റാത്ത തരത്തിൽ ഈ മമത്വം കൊണ്ട് അങ്ങ് വരിഞ്ഞു മുറുകി അവിടെ തന്നെ. വീടിനോട്, മുറിയോട്, സർവ്വതിനോടും മമത്വം. ഇതൊക്കെ ഇല്ലാതാകുന്ന ഒരവസ്ഥയെ പറ്റി ചിന്തിച്ചുള്ള വിഷമം. ഈ മമത്വം ഉണ്ടായ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പോയ വേറെ ഏതെങ്കിലും ജീവൻ എടുത്ത് വരേണ്ടി വരും. കാരണം ആഗ്രഹങ്ങളൊന്നും തീർന്നിട്ടില്ല. ഓരോ ദിവസം എത്തുമ്പോഴും ആഗ്രഹങ്ങളാണ്. നമ്മുടെ ഒരു ആചാര്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ധാരാളം പലിശയ്ക്കൊക്കെ പണം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ പ്രായമായി, എന്നാലും ആ സമയത്ത് തന്നെയാണ് പലിശ പരിപാടി തന്നെയാണ്. വീണ്ടും സമ്പാദിക്കണം. അങ്ങനെ സമ്പാദിക്കാനുള്ള ശ്രമം കൊണ്ട് അദ്ദേഹം അങ്ങനെ വന്ന് പലർക്കും പൈസ കൊടുത്തു. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു, ഇടയ്ക്ക് ഓർമ്മ വരും. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയും. അവസാനത്തെ സമയമായി ഊർധ്വശ്വാസം വലിക്കുകയാണ്. അപ്പൊ മക്കളൊക്കെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാമം ജപിക്കൂ, നാരായണ ജപിക്കൂ. അപ്പൊ അച്ഛൻ എന്തോ ചുണ്ട് അങ്ങനെ പതുക്കെ ചുണ്ടൊക്കെ അനക്കണുണ്ട്. കുഞ്ഞുങ്ങൾ പറഞ്ഞു ഭാഗ്യം, നാമം ജപിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഒന്നുകൂടി അവര് ചേർത്ത് വെച്ചപ്പോഴാ പറഞ്ഞത്, അവൻ പറയത് എനിക്കൊരു 5000 തരാണ്ട്, ഏത് പോവാണ്. എന്നാലും ഈ പണത്തെ പറ്റി മാത്രം ചിന്തിച്ച് ഈ പോകുമ്പോൾ സ്വതന്ത്രമായി സ്വസ്ഥമായി ഒന്ന് പോണ്ടേ, അതൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഈ ഗൃഹസ്ഥാശ്രമി തന്നെയാണെന്നാണ് വിചാരം. വയസ്സ് 70, 80, 90 ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുക. പ്രായം കൂടുമ്പോൾ വെറുതെ നോട്ട് എണ്ണിക്കൊണ്ടിരിക്കൽ ഒരു സന്തോഷമാണ്. പണ്ടോ എണ്ണാൻ പറ്റിയില്ല, എന്നാ പിന്നെ ഇപ്പൊ ഇത്തിരി എണ്ണിക്കൊണ്ടിരിക്കുക. വാനപ്രസ്ഥം ഒരു ഒട്ടലുമില്ലാതെ നമുക്ക് പോണം. അതിനെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ശരിക്കും വാനപ്രസ്ഥം. അതുകൊണ്ട് വാനപ്രസ്ഥ ധർമ്മം ചെയ്യേണ്ട സമയത്താണ് ശരിക്കും ഒരു അച്ഛനാവുന്നതൊക്കെ ദശരഥൻ. അതുകൊണ്ട് ദശരഥന്റെ ഈ സ്വഭാവമൊക്കെ നമ്മളുടെ ഉള്ളിലിരിക്കണം. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ദശരഥൻ ഉണ്ട്. ദശരഥന്റെ പല സ്വഭാവ വൈചിത്ര്യങ്ങളും നമുക്കുണ്ട്. ഏതുമാവട്ടെ, തൻ്റെ മകനെ യുവരാജാവാക്കാനുള്ള തീരുമാനങ്ങളെല്ലാം ഒരു ഏകപക്ഷീയമായ തീരുമാനമല്ല, സർവരോടും ചോദിച്ചിട്ടാണ് ആ തീരുമാനം ഉണ്ടായത്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരിടത്ത് നടന്നു. അപ്പോഴാണ് മന്ധരയുടെ അന്തഃപുരത്തിന്റെ ഉള്ളിൽ, ഈ കൈകേയിയുടെ അന്തഃപുരത്തിന്റെ ഉള്ളിൽ മന്ധര എന്ന് പറയുന്ന വിശ്വസ്തയായ തോഴി. അപ്പോൾ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ തന്നെ അന്നും ഉണ്ട്, ഈ സ്ത്രീധനമൊക്കെ ഉണ്ട്. രാമായണത്തിൽ സ്ത്രീധനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പെൺകുട്ടിക്കുള്ള ധനമായിട്ടാണ് പറയുന്നത്. ആൺകുട്ടി അതിൽ തൊടാറുമില്ല, രാമൻ തൊട്ടിട്ടില്ല.
രാമൻ സീതയ്ക്ക് അച്ഛനായ ജനകൻ കൊടുത്ത 1 രൂപയിൽ പോലും അവകാശം ഉന്നയിക്കുകയോ സീതയ്ക്ക് അച്ഛൻ കൊടുത്ത പൊന്നും പണവും കൗസല്യാദേവി വാങ്ങി ആമാടപ്പെട്ടിയിൽ ഒളിപ്പിച്ചു വെക്കുകയോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് ലോക്കറിൽ വെക്കുകയോ ഒന്നുമില്ല. അത് സീതയുടെ കയ്യിലാണ്. സീതയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. എൻ്റെ മകൾ ഒരു പരിചയവുമില്ലാത്തൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ ആവശ്യങ്ങൾക്ക് ആ വീട്ടിലുള്ളവരോട് പണം ചോദിക്കാൻ സ്വാഭാവികമായും ആദ്യ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അതിന് തൻ്റെ മകൾക്ക് വേണ്ടി അച്ഛൻ കൊടുക്കുന്ന ധനമാണ് സ്ത്രീ ധനം. അത് പുരുഷനുള്ളതല്ല എന്ന് ദയവ് ചെയ്ത് മക്കളോട് പറഞ്ഞത് എപ്പോഴേ പഠിപ്പിക്കണം. അത് അമ്മായിയമ്മയ്ക്ക് അമ്മായി അച്ഛനുള്ളതല്ല എന്ന് മനസ്സിലാക്കും. ഈ വകതിരിവുള്ള പെൺകുട്ടികളെ കുറിച്ച് ഈ പറയണത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ ഇത് നിയമം പാസ്സാവില്ല. പക്ഷേ അതെൻ്റെ കുഞ്ഞിനുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വനവാസത്തിന് പോകുന്ന ഒരു സമയം വരില്ല അയോധ്യാകാണ്ഡത്തിൽ. അപ്പൊ രാമൻ പറയണുണ്ട്, സീത നിന്റെ കയ്യിലുള്ള പണമൊക്കെ ദാനം ചെയ്യും, എൻ്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ ദാനം ചെയ്യാം. രാമൻ എവിടുന്ന സമ്പത്ത്? രാമൻ രാജ്യകാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് 12 വർഷം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്ത് രാമനൊരു വരുമാനമുണ്ട്. സീതയ്ക്ക് എവിടുന്ന വരുമാനം? രാമന്റെ വരുമാനമല്ല. അച്ഛൻ കൊടുത്തയച്ച ആ ധനം ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. ആ പണമൊക്കെ നമ്മൾ വനവാസത്തിന് പോകുമ്പോൾ ദാനം ചെയ്യണം. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള പണം നീ ദാനം ചെയ്യൂ, എൻ്റെ കയ്യിലുള്ളത് ഞാൻ ദാനം ചെയ്യാം. അപ്പോൾ സ്ത്രീധനം പെൺകുട്ടിക്കുള്ള ഒരു കരുതൽ ധനമാണ്. അതിൽ ആൺവീട്ടുകാർക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ മനു ഒക്കെ പറയണ പോലെയാണെങ്കിൽ ചില സമയങ്ങളിൽ പെൺകുട്ടിക്ക് അച്ഛൻ കൊടുത്ത ധനം ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് സ്വീകരിക്കാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് മനു പറയുന്നുണ്ട് സ്മൃതിയിൽ. കാരണം അന്നത്തെ നിയമമാണ്, അന്നത്തെ ഭരണഘടനയാണ്. അപ്പോൾ ആ ഭരണഘടനയിൽ എന്തു പറഞ്ഞാൽ അത് അന്നത്തെ കാലമാണ്. അത് ആ പുസ്തകവും പൊക്കി പിടിച്ച് ഇന്നുകൊണ്ട് തുറക്കരുത്. അത് ആ കാലത്തെ നിയമമാണ്. ആ കാലമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പുതിയ ഭരണഘടന വന്ന് അതിൽ തന്നെ കാലത്തിന് യോഗ്യമല്ലാത്തത് അമെൻഡ്മെന്റ്സ് വരുത്തി വീണ്ടും ഇനിയും വരും, ആയിരം വരും. കാരണം ഇതൊന്നും എല്ലാ കാലത്തിനും യോഗ്യമല്ല. ഒരു കാലത്തിന്റെ നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് ആ കാലത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് അവന്റെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അടുത്ത കാലത്ത് മാറും. അതുകൊണ്ട് പലതും മാറ്റങ്ങൾ വരും. അതേപോലെ മനുസ്മൃതിയിലും മാറ്റങ്ങൾ വന്ന് ഇനിയും വരണം. പക്ഷെ ആ പുസ്തകം തന്നെ പൊക്കി പിടിച്ച് ഇതാ മനുസ്മൃതിയിൽ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അത് ആ കാലത്തെയാണ്. മനുസ്മൃതിയിൽ മനു പറയുന്നുണ്ട്, ഒരു കുടുംബത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മാറാവ്യാധി വരിക, ഒരു വലിയ രോഗം വരിക, ആ സമയത്ത് ആ പെൺകുട്ടിയുടെ കരുതൽ ധനം ഭർത്തൃ വീട്ടുകാർക്ക് എടുക്കാം, അല്ലെങ്കിൽ പെൺകുട്ടി കൊടുക്കണം. 1. 2, സാംക്രമിക രോഗങ്ങൾ ഒരു സമൂഹത്തിൽ വരിക. ഇപ്പൊ കൊറോണയൊക്കെ വന്നു. ആ സമയത്ത്, അങ്ങനെ വരുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ധനം ഈ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ദാരിദ്ര്യം, ക്ഷാമം, അങ്ങനെയൊക്കെ വല്ലതും വരിക, അപ്പോഴും ഈ പണം ഉപയോഗിക്കാം. അങ്ങനെ എടുത്ത പണം, മനുവിനോട് ദേഷ്യമൊന്നും തോന്നരുത്, ആ പണം പിന്നീട് ഈ ഗൃഹത്തിൽ വീണ്ടും ഉണ്ടായി വരുമ്പോൾ ആ എടുത്ത പണം പെൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കണം. ഇപ്പത്തിന് ദേഷ്യം വന്നില്ലേ? ഇത് മനു പറഞ്ഞതാ. ഈ മനുവിനെ നോക്കിയിട്ടാ നമ്മൾ ഈ പലതും പറയണത്. ഇത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാര്യമല്ലേ? പെൺമക്കളുള്ള അമ്മമാരൊക്കെ സമ്മതിക്കും, ആൺമക്കളുള്ള അമ്മമാർ സമ്മതിക്കില്ല. അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് പെൺകുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കും. കാരണം ഇത് ആ കാലത്തിന്റെ നിയമത്തിനനുസരിച്ച്. അപ്പോൾ മനുസ്മൃതിയിലെ പല കാര്യങ്ങൾ ഇന്ന് യോഗ്യമാണ്, പലത് യോഗ്യമല്ല. യോഗ്യമല്ലാത്തത് മാറ്റിവെക്കുക, യോഗ്യമായത് എടുക്കുക. ഇങ്ങനെയാണ് ഒരു ഗ്രന്ഥത്തെ നമ്മൾ സമീപിക്കുക. പ്രത്യേകിച്ച് ഒരു നിയമഗ്രന്ഥമാണെങ്കിൽ നിയമഗ്രന്ഥത്തിന് പ്രശ്നമുണ്ട്. നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടണം. നിയമങ്ങൾ ശരിയായ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം. അത് ദുർവ്യാഖ്യാനം ചെയ്താൽ അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഏത് നിയമവും വ്യാഖ്യാനിക്കപ്പെടണം, ശരിയായ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം. നമ്മുടെ ഭരണഘടനയിലും ഒരു നിയമം എഴുതി വെച്ചാൽ ആ നിയമത്തിന്റെ ക്ലോസുകളൊക്കെ എഴുതല്ലോ, അത് വ്യാഖ്യാനിക്കണം, അത് പഠിക്കേണ്ടതാണ്.
ഇതേപോലെയാണ് മനുസ്മൃതിയിലും ആവട്ടെ സ്ത്രീധനം രാമായണത്തിൽ ഉടനീളം നമുക്ക് കാണാം. പക്ഷെ അതിൽ രാമൻ അവകാശവാദം ഉന്നയിച്ചു പോയിട്ടില്ല എന്ന് ചുരുക്കം. നിൽക്കട്ടെ, ഇവിടെ കൈകേയിയെ വിവാഹം ചെയ്ത് അയക്കുന്ന കാലത്ത് കൈകേയിയുടെ ഒപ്പം സ്ത്രീധനത്തിന്റെ കൂട്ടത്തിൽ തോഴിമാരെയും കൊടുത്തയച്ചിരുന്നു. മനസ്സിലാക്കണേ, സീതയുടെ കൂടെയും പറഞ്ഞയച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൈകേയി കുഞ്ഞായിരിക്കണ സമയം തൊട്ട് കൈകേയിയെ വളർത്തി വലുതാക്കി കൈകേയിയുടെ മനോവിചാരം അറിയുന്ന വിശ്വസ്തയായ തോഴിയാണ് മന്ധര. അതുകൊണ്ട് ഇവളുടെ സ്വഭാവം നന്നായി അറിയാം. ആ സ്വഭാവമാണ് മന്ധര ഇനി പറയാൻ പോകുന്നത്. മന്ധര ആ ചന്ദ്രികാസുന്ദരമായ മണിമാളികയുടെ കിളിവാതിലിലൂടെ പുറത്തു നോക്കി വലിയ ആഹ്ലാദവും തോരണവും സന്തോഷവും, കുഞ്ഞുങ്ങളൊക്കെ സന്തോഷത്തോടെ ഓടിക്കളിക്കുന്നു, സർവരും സന്തോഷവാന്മാരാണ്, കുളിച്ച് വൃത്തിയായിരിക്കുന്നു സർവരും. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന ധാത്രി, ആ തോഴി, അവർ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ അറിഞ്ഞില്ല എന്താ സംഭവം, പറയൂ. അപ്പൊ പറഞ്ഞു, ക്രോധാദികളായ ദുർവികാരങ്ങളെ മുഴുവൻ വിജയിച്ചരുളുന്ന നമ്മുടെ ശ്രീരാമചന്ദ്രകുമാരന് നാളെ പൂയം നക്ഷത്രത്തിൽ രാജാധികാരം ലഭിക്കുകയാണ്. രാമന്റെ അഭിഷേകം രാജാവ് തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേട്ട വഴിക്ക് ഒരു ഉൾക്കിട്ടിലത്തോടുകൂടി ശരീരം മൊത്തത്തിലൊന്ന് വിറച്ച് താൻ ഇതുവരെ കണ്ട സ്വപ്നം നടക്കാതിരിക്കുകയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ, കൊടുങ്കാറ്റ് വേഗത്തിൽ, ശരവേഗത്തിൽ, വായുവേഗത്തിൽ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ഓടിച്ചെന്നു. കൈകേയി അന്തഃപുരത്തിൽ നല്ല പട്ടുമെത്തയിൽ നല്ല ആഭരണ വിഭൂഷിതയായി അങ്ങനെ കിടക്കുകയാണ്. അതുകൂടി കണ്ടപ്പോൾ ദേഷ്യം വന്നു. ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ ഒരുത്തി അണിഞ്ഞൊരുങ്ങി കട്ടിലിൽ കിടക്കുകയാണ്. കണ്ടപ്പോ പറഞ്ഞു, ഹേ മൂഢേ, എഴുന്നേൽക്ക്, ഇതെന്തൊരു കിടത്തിയാ നീ കിടക്കണത്? നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? ആപത്ത് വന്നു ചേർന്നത് നീ അറിഞ്ഞില്ലേ? മനോഹര ശരീരമുണ്ടെന്ന് അഭിമാനിക്കുന്നവളെ, ഇത് കൈകേയിയുടെ സ്വഭാവമാണ് കുഞ്ഞു കാലം തൊട്ട് മനസ്സിലാക്കിയിട്ടുള്ള മുത്തശ്ശി പറയണത്. മനോഹര ശരീരമുണ്ടെന്ന് അഭിമാനിക്കുന്നവളെ, ഇന്നുണ്ട് എന്ന് തോന്നുന്ന സൗന്ദര്യ സൗഭാഗ്യങ്ങളെല്ലാം വേനൽക്കാലത്ത് നദിയിലെ വെള്ളം വറ്റിപ്പോകുന്നത് പോലെ വറ്റിപ്പോകാൻ അധിക കാലമൊന്നുമില്ല. ഇന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ഇല്ലാതാകാൻ അധിക സമയമൊന്നുമില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ കിടക്കല്ലേ, നിനക്ക് ആപത്ത് വന്നിരിക്കുന്നു. ഇതുവരെ കാണാത്ത മന്ധരയുടെ അത്ഭുതകരമായ പെരുമാറ്റം കണ്ടപ്പോ കൈകേയി ഉടനെ ചോദിച്ചു, അല്ലയോ കൂനി, നിനക്ക് എന്തു പറ്റി? എന്താ നിന്റെ പ്രശ്നം? ഒരു വലിയ ആപത്തിൽപ്പെട്ടതുപോലെയുണ്ടല്ലോ നിന്റെ വർത്തമാനവും നിന്റെ ശരീരഭാഷയും ഒക്കെ. എന്താ നിനക്ക് സംഭവിച്ചത്? ഉള്ളത് പറയൂ. മധുര വാക്കുകൾ കേട്ടപ്പോൾ മന്ധര ഇടറുന്ന വാക്കുകളോടെ ഉത്തരം പറഞ്ഞു, സർവവിനാശമാണ് ദശരഥ മഹാരാജാവ് നിനക്ക് വേണ്ടി ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. രാമനെ യുവരാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദേവിക്ക് ആപത്ത് വന്നിരിക്കുന്നു, കൗസല്യക്ക് സൗഭാഗ്യം വന്നിരിക്കുന്നു. നിന്റെ മകനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് 12 വർഷമായെന്ന് നീ ഓർക്കണം. നോക്കണേ, 4 മക്കൾ ഒരുപോലെയാണെങ്കിലും ഭരതന്റെ കാര്യത്തിൽ ദശരഥൻ 12 വർഷമായി തന്റെ മകനെ കണ്ടിട്ടില്ല. ആലോചിക്കണം. രാമനെ അധികാരത്തിൽ ഇരുത്താൻ പോകുന്നു നിന്റെ മകനെ പറഞ്ഞയച്ചതിന് ശേഷം. രാമൻ രാജ്യപ്രതിഷ്ഠിതനായാൽ നിന്റെ കാര്യം കഴിഞ്ഞു. നിനക്കിനി ഒരു പ്രതീക്ഷ പോലും വേണ്ട ജീവിതത്തിൽ. യഥാകാലം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോൾ. ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ട് ഭരതനെയും എന്നെയും നിന്നെയും ദശരഥനിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളുക. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കണ്ടോ? എന്താണോ പറയേണ്ടത് അത് പറഞ്ഞു. പക്ഷേ കൈകേയി കേട്ടത് മറ്റൊരു നിൽപ്പുതറയിൽ നിന്നാണ്. ഇവരുദ്ദേശിച്ച ഉദ്ദേശശുദ്ധിയൊന്നും കൈകേയിക്ക് മനസ്സിലായില്ല. കൈകേയി സന്തോഷത്തോടെ മന്ധരയെ ഗാഢഗാഠം വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, എന്തൊരാനന്ദമുള്ള വാക്കാ നീ പറയുന്നത്.
ഞാൻ എന്താ നിനക്ക് തരിക എന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ കിടന്ന നല്ല ഒരു വജ്രമാല, സ്വർണമാല, ഇന്നത്തെ ദൃഷ്ടിയിൽ ഒരു 10 പവൻ വെച്ചൊന്ന് കണക്കൂട്ടി നോക്കൂ. എത്ര ലക്ഷം നോക്കൂ, എത്ര പൈസ. അപ്പൊ അത്രയുമുള്ള ഒരു മാലയെടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഇത്രയും നല്ല വർത്തമാനം, എനിക്കിഷ്ടമുള്ള വർത്തമാനം പറയാൻ പണ്ടേ നീ കേമിയാണ്, അതുകൊണ്ട് നിനക്ക് എന്ത് വേണം? ഇനി എന്താ വേണ്ടത് പറയൂ. എൻ്റെ രാമൻ രാജാവാകുന്നുവോ? എത്ര നല്ല ആളാന്ന് നോക്കൂ കൈകേയി. രാമൻ രാജാവാകുന്നു എന്ന് കേട്ടപ്പോൾ അവർ സന്തോഷം കൊണ്ട് വീണ്ടും പറഞ്ഞു, രാമനും ഭരതനും എനിക്ക് എൻ്റെ 2 കണ്ണ് പോലെയാണ്. ഇപ്പൊ നമ്മുടെ കണ്ണിൽ ഏതാ കേമപ്പെട്ട കണ്ണ്? 2 ഒരുപോലെയാണ്. വേറെ ഏതും നമ്മൾ കേമെന്ന് പറഞ്ഞു, പക്ഷെ കണ്ണിന്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരിക്കലും ഇത് നല്ലത് ഇത് മോശം എന്ന് പറയാൻ പറ്റില്ല. കൈയുടെ കാര്യത്തിൽ പറഞ്ഞാൽ പോലും അല്ലേ, കണ്ണ് അത്ര കേമം. കണ്ണ് അത്ര നല്ല ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. കണ്ണ് നല്ല ആളാണോ? അവ അത്ര നല്ല ആളല്ല. ഇവൻ എവിടേക്കാ പോവാന്നറിയില്ല. കാര്യം നമ്മൾ വിചാരിക്കും മുഖത്തേക്കാ നോക്കുന്നത് എന്ന്, പക്ഷെ അവൻ അങ്ങ് പരതി നടക്കും. അവൻ ഈ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയാണ് കണ്ണ്. അവൻ എന്ത് കണ്ടാലും സർവ ഇന്ദ്രിയങ്ങൾക്കും മെസ്സേജ് അയക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു വാർത്ത കേട്ടിയ പിന്നെ ഷെയർ ചെയ്യലാണ്. ഇത് ഉണ്ടോ ഇല്ലേ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് വെറുതെ ഈ തോണ്ടി എറിഞ്ഞ് സർവർക്കും കൊടുത്ത അവസാനം നാണം കെടുന്നത് നമ്മൾ മാത്രമായിരിക്കും. ഒരു വാർത്തയുടെ നിജസ്ഥിതി അറിയുന്നതിന് മുൻപേ ദയവ് ചെയ്ത് കൺട്രോൾ ചെയ്യൂ. വെറുതെ നമ്മൾ ഇത് അയക്കണ്ട. വലിയ തരത്തിൽ നമ്മൾ പരിഹസിക്കപ്പെടും. അതുകൊണ്ട് ഈ കണ്ണ് എല്ലാവർക്കും മെസ്സേജ് അയക്കും. കണ്ണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ കണ്ണ് അത്ര നല്ല കണ്ണൊന്നുമല്ല. എന്നാൽ ഇവൻ ഒരാളല്ലേ വഴി തെറ്റുള്ളൂ. കണ്ണോ പോയി, ബാക്കി മൂക്കും നാക്കും തൊക്കും ചെവിയും ഒക്കെ നല്ല ആളുകളല്ലേ, പക്ഷെ കണ്ണ് വെറുതെ വിടില്ല. അവൻ എന്തിനെ കണ്ടാലും മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. നീയും വാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കണ്ണിന് നമ്മളൊരു പേരിട്ടത് നയനം, നയിക്കുന്നവൻ. എല്ലാ ഇന്ദ്രിയങ്ങളെയും നയിച്ച് നേതാവായി ഇവൻ അങ്ങ് പോകും. ഇനി കണ്ണ് എന്തിനെ കണ്ടാലും കണ്ണ് അപ്പം മെസ്സേജ് അയക്കുന്നത് മനസ്സിനാണ്. എന്ത് കണ്ടോ പിന്നെ ഈ മനസ്സുകൊണ്ട് വ്യാപരിക്കും നമ്മൾ. ശരിയല്ലേ? ഇനി ഉള്ളിൽ എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്തറിഞ്ഞാലും പിന്നെ ഉള്ളിലാണ്, ആ ഉള്ളിലിട്ട് അതിനങ്ങ് വ്യാപരിക്കും. ശരി, ഇവിടെ രാമനും ഭരതനും എനിക്ക് എൻ്റെ 2 കണ്ണ് പോലെയാണ്. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇതുവരെ എനിക്കില്ല, ഇനി ഉണ്ടാകുകയുമില്ല. രാമനെ നാടുവാഴിക്കുന്നതിൽ ഞാനാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള നിന്റെ കഴിവ് അപാരം തന്നെ മന്ധരെ. നിനക്ക് ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കൂ. കൈകേയിയുടെ വർത്തമാനം കേട്ടപ്പോൾ മന്ധരയ്ക്ക് കോപവും വ്യസനവും താപവും ഒക്കെ ഒരുമിച്ച് വന്നു. അമൂല്യമായി തനിക്ക് കിട്ടിയ ആഭരണം എടുത്തവർ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അങ്ങേയറ്റം ക്രോധത്തോടു കൂടി പറഞ്ഞു, ഭവതി ചിരിക്കേണ്ട ദിക്കിൽ കരയുകയും കരയേണ്ട ദിക്കിൽ ചിരിക്കുകയും ചെയ്യുന്ന ചില വിചിത്ര സ്വഭാവം നമുക്കുണ്ട്. ഇവിടെ കരയേണ്ട ദിക്കിൽ ഭവതി ചിരിക്കുന്നു. അതൊരു നല്ല സ്വഭാവമല്ല. കാരണം കാര്യഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചിരിക്കരുത്. വിഡ്ഢി എന്നാണ് കാളിദാസൻ പറഞ്ഞത്. അത്തരക്കാരൻ കാളിദാസൻ പറയുന്നുണ്ട് 5 തരം വിഡ്ഢികൾ ഈ ലോകത്തുണ്ട്. ഈ 5 തരം വിഡ്ഢിയിൽ ഞാൻ പെട്ടിട്ടില്ലല്ലോ മഹാരാജാവേ. കിം കാരണം ഭോജ ഭവാമി മൂർഖൻ. ഈ ചോദ്യം ഭോജരാജാവിനോട്, വിക്രമാദിത്യനോട് കാളിദാസൻ ചോദിക്കുന്നതാണ്. രാജാവ് ഒരു ദിവസം വൈകുന്നേരം തൻ്റെ അന്തഃപുരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. തൻ്റെ മുറിയിൽ തൻ്റെ ധർമ്മപത്നി ഉണ്ടല്ലോ. അപ്പൊ ധർമ്മപത്നി ഉള്ള സമയം നോക്കി കയറി ചെന്നപ്പോൾ അവിടെ തോഴിയും പത്തിയും തമ്മിൽ സംസാരിക്കുന്ന പുറത്തുനിന്ന് കേട്ടു. ആരോ ഒരാൾ കൂടി ഉള്ളിലുണ്ട്. അപ്പൊ 2 പേർ ഒരു മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻ്റെ മുറിയല്ലേ. അതേ വന്ന് കടന്നു ചെന്നപ്പോ രാജ്ഞിക്ക് അത് ഇഷ്ടമായില്ല.
രാജ്ഞി ഉടനെ തന്നെ വിക്രമാദിത്യനെ നോക്കി, ഭോജരാജനെ നോക്കി പറഞ്ഞു, ഹേ മൂർഖരാജൻ എന്ന് വിളിച്ചു. മൂർഖൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിവറേജിന്റെ അവിടെയുള്ള മൂർഖനല്ല. മൂർഖൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി. ഹേ വിഡ്ഢി രാജാവേ. രാജാവിനെയാണ് വിഡ്ഢി എന്ന് വിളിച്ചത്. അതും ഭാര്യയാണ് വിളിച്ചത്. ഭാര്യ വിളിച്ചാലും കുഴപ്പമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ. വേറെ ആൾ കേട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? എന്തൊക്കെ കേട്ടിട്ടുണ്ട്, നമുക്കൊരു പ്രശ്നം നിരാശ തോന്നിയിട്ടില്ലല്ലോ. പക്ഷെ മറ്റൊരാൾ കേട്ടാൽ അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും. തോഴി കേട്ടതോടുകൂടി രാജാവിനൊരു വല്ലാത്ത വിഷമം വന്നു. രാജാവ് അവിടെ നിന്ന് തൻ്റെ ഭാര്യയോട് വഴക്കിട്ട് പുറത്തുപോയി. അന്ന് അന്തപുരത്തിൽ പോയില്ല, അടുത്ത മുറിയിൽ പോയി കിടന്നു. ആ ദേഷ്യം അദ്ദേഹത്തിന് പോകുന്നില്ല. അദ്ദേഹം പിറ്റേ ദിവസം സദസ്സ് തുടങ്ങേണ്ട സമയമായി. വിക്രമാദിത്യന്റെ ആ നവരത്നങ്ങൾ ഉണ്ടല്ലോ, വേതാള ഭട്ടി ഘടകർപ്പര കാളിദാസ എന്നൊക്കെ നമ്മൾ പറയുന്ന വരരുചിയും ഒക്കെയുള്ള ആ നവരത്നങ്ങൾ, ആ നവരത്നങ്ങളിൽ വരാഹമിഹിരൻ ഓരോരുത്തര് ആ സഭയിലേക്ക് കടന്നു വരുന്ന സമയത്ത് രാജാവ് ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയും വിളിക്കും, ഹേ മൂർഖൻ. വരാഹമിഹിരൻ നോക്കിയപ്പോൾ ഇന്നലെ വരെ വലിയ കുഴപ്പമില്ല, ഉറങ്ങാൻ പോകുന്നത് വരെ പ്രശ്നമില്ല, കണ്ടതാണ്. ഇന്നത്തെ രാവിലെ എൻ്റെ മുഖത്ത് നോക്കി ഹേ വിഡ്ഢി എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഒരു പുഞ്ചിരി പൊഴിച്ച് അദ്ദേഹം അങ്ങ് പോയി. അപ്പോഴാണ് കാളിദാസൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്ന് എല്ലാവരോടും വിളിച്ചു. കാളിദാസൻ മൂളിപ്പാട്ടൊക്കെ പാടി ആ സഭയിലേക്ക് നടന്നു വരുമ്പോൾ കാളിദാസന്റെ മുഖത്ത് നോക്കിയും രാജാവ് വിളിച്ചു, ഹേ മൂർഖൻ. ഉടനെ കാളിദാസൻ തിരിഞ്ഞു നിന്ന് രാജാവിനോട് ചോദിച്ചു, ഘാതന്ന ഗച്ഛാമി ഹസന്ന ഭാഷേ കൃതം ന മന്യേ ഗതം ന ശോചാമി ദ്വാഭ്യാം തൃതീയോ ന ഭവാമി രാജൻ കിം കാരണം ഭോജ ഭവാമി മൂർഖൻ. ഞാൻ ഈ 5 കാര്യങ്ങളും ചെയ്യാറില്ല, പിന്നെ എന്തിനാണ് എന്നെ മൂർഖൻ വിഡ്ഢി എന്ന് വിളിച്ചത്? അപ്പൊ കാളിദാസൻ പറയും, 5 കാര്യം ചെയ്യുന്നവരാണ് ലോകവിഡ്ഢികൾ. ഒന്നെന്താ? ഘാതന്ന ഗച്ഛാമി, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ ഒന്നാമത്തെ വിഡ്ഢി. ബൊഫെ ഇല്ലേ, ഇവിടെ നിന്നെടുത്ത് ആ പ്ലേറ്റ് താലം പിടിച്ച് കസേര വരത്തിൽ അതിന് മുമ്പ് തീർന്നിട്ടുണ്ടാവും, വീണ്ടും തിരിച്ച് പിന്നിൽ വന്നു. ഘാതന്ന ഗച്ഛാമി ഹസന്ന ഭാഷ, ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിരിച്ചു പറയുന്നവൻ. ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു എന്ന് ചിലർ പറയണ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഗൗരവമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നീ ഇതാ ചിരിച്ചുകൊണ്ടാ പറയണത്, കൈകേയി എന്നാണ് ഓർമ്മിപ്പിക്കണത്. അപ്പൊ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി പറയണം. കൃതം ന മന്യേ ഗതം ന ശോചാമി, ഈ കഴിഞ്ഞുപോയ കാലത്തെ പറ്റി പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവൻ മൂന്നാമത്തെ വിഡ്ഢി. വരാൻ പോണൊരു പ്രശ്നത്തെ പറ്റി ആലോചിച്ച് ഇപ്പോഴേ വിഷമിക്കുന്നവൻ നാലാമത്തെ വിഡ്ഢി. 2 പേർ സംസാരിച്ചു കൊണ്ടിരിക്കെ അവരുടെ ഇടയിൽ കയറി സംസാരിക്കുന്നവനും, 2 പേർ ഒരു മുറിയിലിരിക്കെ അവരുടെ അനുമതിയില്ലാതെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നവനും 5ാമത്തെ വിഡ്ഢി. രാജാവേ കിം കാരണം, എന്ത് കാരണം കൊണ്ടാണ് ഭോജ ഭവാമി മൂർഖൻ? ഞാനിത് 5ഉം ചെയ്തിട്ടില്ല. അപ്പൊ രാജാവിന്റെ തലയിൽ ഒരു ബൾബ് മിന്നി. കാര്യം മനസ്സിലായി. മഹാരാജാവായ ഞാൻ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദ ഞാൻ പാലിക്കാത്തത് കൊണ്ട് എൻ്റെ ധർമ്മപത്നി, ഗുണാന്വിതയായ എൻ്റെ ധർമ്മപത്നി എന്നെ ഓർമ്മിപ്പിച്ചതാണ്. ചെന്ന് ഷെയ്ക്കൻഡ് കൊടുത്തിട്ടുണ്ടാവും എന്തായാലും. 5 തരം വിഡ്ഢികൾ. അപ്പൊ നമുക്കൊക്കെ എത്ര ടിക്ക് മാർക്ക് ഉണ്ടാവും? 5ഉം ഇല്ലല്ല. വളരെ നല്ല ആളുകളായതുകൊണ്ട് ഇത് മനസ്സിലിരിക്കട്ടെ. നമ്മൾ ഈ 5 തരം വിഡ്ഢിയില് ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ദയവ് ഇത് വിഷമിക്കരുത്. കഴിഞ്ഞുപോയി. ഓരോ അനുഭവവും പാഠമാണ്, ഭാരമല്ല. ഭാരം ചുമന്ന് നടന്നാൽ അത് പാഠമാവില്ല. നീ കരയേണ്ട ദിക്കിൽ ചിരിക്കുന്നു. സപത്നി പുത്രന് വരുന്ന സമൃദ്ധി, സന്തോഷം, അധികാരം, സുഖം നീ തിരിച്ചറിയുന്നില്ല. രാജ്യത്തിന് തുല്യമായ അവകാശമുണ്ട് രാമനും ഭരതനും. 2 പേർക്കും തുല്യ അവകാശമാണ്. രാമൻ യുവരാജാവായാൽ കൗസല്യ ഭാഗ്യവതിയാണ്. നിന്റെ മകന്റെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? നിന്റെ മകൻ രാമന്റെ ദാസനും നീ കൗസല്യയുടെ ദാസിയുമായേണ്ടി വരും എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചു നോക്കി. കൈകേയി ഉണ്ടോ? കൈകേയി പറഞ്ഞു, മന്ധരെ
രാമനാണ് സീമന്തപുത്രൻ, മൂത്തവൻ രാമനാണ്. അപ്പോൾ ആ രാമനാണ് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമനുസരിച്ച് രാജാവാകേണ്ടത്. ഇത് നിനക്ക് അറിഞ്ഞുകൂടെ? നീ കുത്തിത്തിരിപ്പായിട്ട് എന്തിനാ വന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഒരാവശ്യമില്ല. മാത്രമല്ല, രാമൻ അനുജന്മാരെയും ഭൃത്യന്മാരെയും ജനങ്ങളെയും സ്വപുത്രന്മാരെ പോലെ സ്നേഹിക്കുന്നവനാണ്. അവൻ എനിക്കറിയാം. രാമാഭിഷേകം കേട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നിനക്ക് എന്തെങ്കിലും ദ്രോഹം രാമൻ ചെയ്തിട്ടുണ്ടോ? രാമന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയും. മാത്രമല്ല, രാമന്റെ കാലശേഷം ഭരതൻ രാജാവാകും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു നിയമം. മാത്രമല്ല, ഭരതനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവൻ രാമനാണ്. ഇതാരാ പറയുന്നേ? കൈകേയി. എനിക്ക് ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. കൗസല്യയെ രാമൻ ശുശ്രൂഷിക്കുന്നതിനേക്കാളും അധികം രാമൻ എന്നെ ശുശ്രൂഷിക്കുന്നു. ഭരതൻ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ആനന്ദത്തെക്കാൾ 10 മടങ്ങാണ് എൻ്റെ രാമൻ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ. എൻ്റെ രാമൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നു. രാമരാജ്യം ഭരതരാജ്യം തന്നെയായിരിക്കും. അനുജന്മാരെ അന്യരായി ഒരിക്കലും രാമൻ കാണില്ല. മന്ധരയുടെ വിഷമത്രയായിരിക്കും. നമുക്കും ചില വിഷമം ഉണ്ടാവാറില്ലേ? ആരെങ്കിലും പറ്റി നമ്മൾ 2 എണ്ണം പറഞ്ഞിട്ട് അവരങ്ങോട്ട് അത് ശരിയായി മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമല്ലേ? വീണ്ടും നമ്മൾ പറയില്ലേ, ഇതാ മന്ധര വീണ്ടും പറഞ്ഞു, നീ രാജാവായ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? രാമൻ രാജാവായാൽ രാമന്റെ പുത്രനാണ് പിന്നെ രാജാവാവുന്നത്, നിന്റെ മോനൊന്നുമല്ല. നോക്കണേ, ഇവരുടെ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ക്രമികമായി ഉയർന്ന് ഡോസ് കൂടുന്ന കണ്ടോ? ഇതുവരെ അവർ പറഞ്ഞ ഓരോ വാദവും ഭംഗിയായി ഇവർ ഖണ്ഡിക്കുന്നത് കണ്ടോ? ഇവരുടെ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി ഇനി ഇവർ ഉപയോഗിക്കുന്ന വജ്രായുധ പ്രയോഗം മനസ്സിലാക്കണം നമ്മൾ. എത്ര നല്ല ആളാണെങ്കിലും നല്ല കൂട്ടുകെട്ടില്ലെങ്കിൽ വഴിവെടച്ചു പോകാൻ അധിക നേരം വേണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ മന്ധര എന്ന മുത്തശ്ശി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കൂ, രാമൻ രാജാവായാൽ രാമന്റെ പുത്രന്മാരാണ് പിന്നീട് രാജാവാകുക, ഭരതനല്ല. ഭരതൻ ഒരിക്കലും രാജാവാകില്ല. ആ കാര്യത്തിൽ നിനക്കൊരു സംശയവും വേണ്ട. മാത്രമല്ല, രാമൻ രാജാവായ തീർച്ചയായും നിന്റെ ഭരതനെ ഇവിടത്തെ കുതിരാലയത്തിന്റെ കാവൽക്കാരനാക്ക. വേണമെങ്കിൽ അവനെ കൊല്ലാനും രാമൻ മടിക്കില്ല. ആലോചനയില്ലാതെ ഭവതി തന്റെ മകനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലേ? ഭരതനെ രാജാവ് മറന്നു കൈകേയി. മാത്രമല്ല, ഈ സ്നേഹം വർദ്ധിക്കണമെങ്കിൽ എന്നും കണ്ടുകൊണ്ടിരിക്കണം. മന്ധരയുടെ എന്നും കണ്ടുകൊണ്ടിരുന്നാൽ സ്നേഹം വർദ്ധിക്കും. എന്താ അഭിപ്രായം? അതൊക്കെ ചുമ്മാ പറയുക അല്ല, ശരിയായിരിക്കും. എന്നാലും